മറൽ മാസപ്പടി കേസിൽ കോഴിക്കോട് നടന്ന ഇ.ഡി. റെയ്ഡിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചെന്ന് സൂചന. മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ സ്ഥാപനങ്ങളിലും വീടുകളിലുമാണ് റെയ്ഡ് നടന്നത്. വീണ വിജയന്റെ ഡയറിയിൽ നിന്നാണ് ഇ.ഡിക്ക് CPM നേതാവ് നിഖിൽ അടക്കമുള്ള റിയാസിന്റെ സുഹൃത്തുക്കളെ പറ്റി വിവരങ്ങൾ ലഭിച്ചത്. മാസപ്പടി കേസിൽ പ്രതികളാക്കപ്പെട്ടവർക്ക് ആദ്യ കുറ്റപത്രം കൊടുക്കുന്നതിന് മുന്നോടിയായാണ് പരിശോധന നടത്തിയത് എന്നാണ് വിവരം. മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ അടുത്ത സുഹൃത്തും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ നിഖിലിന്റെ വീട്ടിലും ഫ്ളാറ്റിലും നടന്ന റെയ്ഡിൽ ചില നിർണായക വിവരങ്ങൾ ഇ.ഡി. സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. നിഖിൽ മുൻ DTPC ഡെസ്റ്റിനേഷൻ മാനേജർ നന്ദുലാൽ, പന്തിരങ്കാവിലെ വാരിഷ് കളത്തിങ്കലിന്റെ ഉടമസ്ഥതയിലുള്ള ക്യാപിറ്റൽ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ് എന്നിങ്ങനെ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീട്ടുകളിലും സ്ഥാപനങ്ങളിലുമായിരുന്നു ഇ.ഡി. റെയ്ഡിൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ട രേഖകൾ ഇ.ഡി. സംഘം പിടിച്ചെടുക്കുകയും ചെയ്തു. മറ്റിടങ്ങളിലെ റെയ്ഡ് 2 മണിക്ക് അവസാനിച്ചെങ്കിലും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിലിന്റെ ഫ്ളാറ്റിലെ പരിശോധന 10 മണിക്കൂറാണ് നീണ്ടുനിന്നത്. ഇന്ന് റെയ്ഡ് നടത്തിയ ചില സ്ഥാപനങ്ങളിൽ വീണയ്ക്ക് നിക്ഷേപമുണ്ടെന്ന് നേരത്തെ ഇ.ഡി. കണ്ടെത്തിയിരുന്നു. ചെയ്യാത്ത സേവനത്തിനായി വീണ ടി കൈപ്പറ്റിയ 2,70,00,000 രൂപ ഇത്തരം സ്ഥാപനങ്ങൾക്കായി വകമാറ്റി നൽകിയൂ എന്നാണ് പ്രധാനമായും ഇ.ഡി. സംഘം പരിശോധിച്ചത്. ജനം, കോഴിക്കോട്.